തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുമ്പോൾ ഇല്ലെങ്കിൽ അതിന്റെ ഘട്ടങ്ങൾ പലതും മാറി മറിയുമ്പോൾ ഇപ്പോൾ ശ്രദ്ധേയ കേന്ദ്രമാകുന്ന ഒരു മണ്ഡലം ആലപ്പുഴ ജില്ലയിലുണ്ട്. ആലപ്പുഴയിലെ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലം BJP വലിയ മുന്നേറ്റം നടത്തിയ പാരമ്പര്യമുള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇത്തവണ ചിത്രം മാറി മറിയും എന്ന് തന്നെയാണ് ആ മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിച്ച ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ വിജയിപ്പിച്ച മണ്ഡലമാണ്. ആ സമയത്ത് അവിടെ മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥി MV ഗോപകുമാർ 34,620 വോട്ട് നേടി 23.52% വോട്ട് 2021 നേടിയിരുന്നു. പക്ഷെ 2026 ആകുമ്പോഴേക്കും ചിത്രം പാടെ മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമാക്കുന്നത് അവിടെ 10 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ചേർന്നതാണ് ഈ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലം. ആ 10 പഞ്ചായത്തിൽ 5 പഞ്ചായത്ത് ഭരിക്കുന്ന BJP ആണ്. ബാക്കിയുള്ള 5 പഞ്ചായത്തിലെ പ്രതിപക്ഷം BJP ആണ്. നഗരസഭയിലെ പ്രതിപക്ഷ പാർട്ടി BJP ആണ്. അതായത് അക്ഷരാർത്ഥത്തിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിലേക്ക് നാം എത്തുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു വലിയ പോരാട്ടം CPM വേഴ്സസ് BJP എന്ന നിലയിലേക്കാണ്. അവിടെയാണ് പരിണതപ്രജ്ഞനായ MV ഗോപകുമാറിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ BJP ഒരു വലിയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അത് മാത്രവുമല്ല, ദേശീയ നേതാക്കളടക്കം തമ്പടിച്ച് പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. വളരെ ചിട്ടയായ പ്രവർത്തനം എന്ന് മാത്രവുമല്ല, 5 പഞ്ചായത്ത് നിലവിൽ BJP ഭരിക്കുന്നു, 5 പഞ്ചായത്ത് പ്രതിപക്ഷം. അങ്ങനെ 10 പഞ്ചായത്തിലും BJPയുടെ സ്വാധീനം വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് കോൺഗ്രസ് പിക്ചറിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM വേഴ്സസ് BJP ആണ്. നഗരസഭയിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇത് വലിയ രീതിയിൽ തന്നെ വോട്ടിംഗ് റിഫ്ലക്ട് ചെയ്യുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് കോൺഗ്രസിലേക്കായിരിക്കില്ല ഈ മണ്ഡലത്തിൽ പോകുന്നത്. പകരം ഈ പറയുന്ന BJP സ്ഥാനാർത്ഥി MV ഗോപകുമാറിലേക്കായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.